എൻ്റെ ജന്മം നൽകിയ പാരൻസ് എന്നെ വിട്ടുപോയി വർഷങ്ങളായിട്ട്. പക്ഷെ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ ഒരു 65 വയസ്സായ ഒരു കുഞ്ഞിന് റീബർത്ത് നൽകി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. ഒരു റീ എൻട്രി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ ആവണമെന്നാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. എന്റെ കഥ ഇത്, നിന്റെ കഥ ഇത്, താരുണ്യത്തിൻ കടം കഥ. എന്താടാ, ഒരു 2000 രൂപ അപ്പച്ചൻ തരണം. എനിക്ക് വേണ്ടിയല്ല, ഒരു സ്നേഹിതന് വേണ്ടിയാ. കോപം കൊള്ളുമ്പോൾ 100 വയസ്സ്, കൊഞ്ചി കുഴയുമ്പോൾ 5 വയസ്സ്. അയ്യോ എന്റെ പൊന്നച്ഛ, ചത്ത് മേലെ നിൽക്കുന്ന എന്റെ പൊന്നച്ഛ. അച്ഛൻ മഹാഭാഗ്യവാനായതുകൊണ്ടാ അല്പായുസായി ചത്തത്. ആ ഡൂക്കിലെ ഇൻസ്പെക്ടറുടെ സഹോദരിയാണെന്നുള്ള തന്താണ് അവൾക്ക്. വിലക്കുന്ന ശരിക്കറിയാവേ. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? എന്താ തനിക്ക് പോലീസ് ഉദ്യോഗം വേണമെന്നുണ്ടോ? അതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. തച്ചോളിക്കാരെ പയ്യമ്പള്ളി തറവാട്ടി പിടിച്ചു കിടത്തി. എന്താ തച്ചോളിക്കാർക്ക് തീണ്ടലുണ്ടോ? ഉണ്ടാ ഉണ്ട്. ഇത് അംഗകുറിച്ചിരിക്കുന്ന ശത്രുവിന്റെ വീടാണ്. അല്ല, അതെ, നമ്മുടെ കുടുംബത്തിന് കളങ്കം വരുത്തിയ ആ നീജന്റെ ചോര കൊണ്ട് ചിത ഞാൻ തണുപ്പിക്കും. എന്താ നീ പറഞ്ഞത്? എന്റെ മോളെ? അതെ അച്ഛ, കളങ്കപ്പെട്ടിട്ടാണ് അച്ഛന്റെ മകൾ മരിച്ചത്. ഞാനും ഇത്രയൊന്നും കരുതിയില്ല. എല്ലാം ഉണ്ടാക്കി തീർത്തതാ. നിനക്കറിയോ, ഞാനും ഇന്നാ ഈ നാട്ടിൽ കാലുകുത്തിയത്. മുതലാളി, അതെ, എന്താ കാര്യം? ഞാൻ കട്ടണം കടപ്പൊങ്ങട്ടെ. തന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? നിൽ, യാർ നീ? നജീബ്, സൂന്തിയെ കാണണം, അതിനാ വന്നത്. വാങ്ങ തമ്പി, കൊഞ്ചം പേശണം. എന്താ നിന്റെ പ്രശ്നം? നീ സുഗന്ധിയും തമ്മിൽ എന്താ? അവൻ ഒറ്റ ഒരുത്തനാ ശ്രീദേവിയുടെ കല്യാണത്തിന് ചുക്കാൻ പിടിച്ചത്. ഇനി ഒരു ഒളിച്ചോട്ടത്തിന് ഇടം കൊടുക്കാതെ പൂട്ടിയിടാ ഇവിടെ. ഏയ്, ഈ നിസ്സാര കേസിന് ശിവൻ വരണ്ട. അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശിവ, അവനെ തട്ടിക്കട്ടെ. വേണ്ട. യാർടാ നീ? സുൽത്താൻ വീട്ടിൽ സക്കീർ ഹുസൈൻ. മനസ്സിലാവോ മലയാളം? മലയാളം മനസ്സിലാവും, മലയാളത്താണേ മനസ്സിലാവും. മണവാളനെ ഒരുക്കുന്ന തോഴന്മാര് പുറത്തേക്ക് ഇറങ്ങി നിൽക്കേ. എനിക്ക് ഇവനോട് 2 വാക്ക് സ്വകാര്യം പറയാനുണ്ട്. എളുപ്പം. നീ ചുമ്മാ തമാശ കളയണ്ട. നിന്റെ ഉള്ളിലെ പ്രയാസം ഞങ്ങൾക്കറിയാം. ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ അത് വിപ്ലവം. നീ ആർക്കും വായുഗുളിയെ കൊണ്ട് പോവല്ലെങ്കിൽ ഒന്ന് സമാധാനപ്പെട്. നിങ്ങൾ ആള് മതിയാവില്ലല്ലോ സഹോദര. ധാരാളം മതിയാവും ചെട്ടിയാരെ. ഇപ്പൊ മനസ്സിലായില്ലേ പരമേശ്വരൻ വെറുമ്പാക്ക് പറയില്ലെന്ന്? ഗോവിന്ദനാള് പ്രശ്നക്കാരനാന്നറിയാം. അതുകൊണ്ട് കുംഭകോണത്ത് 6 പാപ്പാന്മാരെ മാസ ശമ്പളത്തിന് ഇറക്കിയിരിക്കണേ. അവിടെ അമ്മൂമ്മയുടെ ഒരു പരാതി, ജാമ്യമെടുക്കാൻ തന്നെ അയച്ചത് ഞാനാണെന്ന് അവൾക്ക് സംശയമുണ്ട്. ഇല്ല, കാണില്ല. എങ്കിൽ പിന്നെ ഈ പരാതി തരില്ലല്ലോ. എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ എനിക്ക് പറ്റിയൊരു പാളിച്ചയാണ് അവൾ. എനിക്ക് മാധവേട്ടനൊന്ന് കാണണം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അയ്യോ മാധവേട്ടൻ, നമസ്കാരം മാധവേട്ട. വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ശക്തി സാർ ഒരു ആവശ്യമായിട്ട് തൃശ്ശൂര് വന്നെങ്കില് ആ ആവശ്യം നടത്തി തരേണ്ടത് ഈ പരമേശ്വരന്റെ കടമയാ. പത്രോസല്ലേ? അതെ. ഏയ്, നിന്നോട് മത്സരിക്കാൻ ഞാനില്ല. പോലീസിനെ കള്ളനെ പേടിയാണെങ്കിൽ മത്സരിക്കണ്ട. നമ്മത്തെ ഇനിയും ദോശ ഇടാൻ പറയും. 10 ദിവസം ഡിവൈഎസ്പി സാർ വീട്ടിലാണ്. ഡിപ്പാർട്ട്മെന്റിലെ ചില മേലാളന്മാരുടെ താളത്തിനൊത്ത് തുള്ളാത്തത് കൊണ്ട് സസ്പെൻഷൻ പലതവണ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിന്റെ എണ്ണം എത്രയാണെന്നൊന്നും എനിക്ക് നിശ്ചയില്ല. അതുകൊണ്ടെന്താ, അബ്ദുൾ ജബ്ബാർ ഇപ്പോഴും SI ഓഫ് പോലീസ്. ഐ ഹേർഡ് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ ഉടനെ CM വർമ്മ സാറിനെ ഗസ്റ്റ് ഹൗസ് വിളിച്ചു വരുത്തി എക്സ്പ്ലനേഷൻ ചോദിച്ചു. അതിന്റെ ഫോളോ അപ്പ് ആക്ഷൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോന്ന് CMന്റെ സെക്രട്ടറിയോട് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ്. And then you hastily concluded just because of that he committed suicide. അതേടോ വൈരാഗ്യ, ഒരിക്കലും തീരാത്ത വൈരാഗ്യം. ഉത്രങ്കര ദേവിയുടെ തിടമ്പ് ആ നസ്രാണിയുടെ ആനപ്പുറത്ത് കയറിയ അന്ന് തുടങ്ങിയ വൈരാഗ്യ. അതിനൊരു അവസാനം കുറിക്കാൻ പറ്റുമെന്ന് ഈ പരമേശ്വരന് നോക്കട്ടെ.